ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആമീസ് ആമി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയായിട്ടാണ്. റമദാൻ മാസത്തിൽ കൂടെ വർക്കുള്ള ദിവസം എങ്ങനെ എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നോമ്പൊക്കെ നല്ല രീതിയിൽ പോകുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വിശേഷങ്ങളിലേക്ക് കടന്നാലോ? ആസ് യൂഷ്വൽ എല്ലാവരും അത്താഴത്തിന് എഴുന്നേൽക്കുന്നു. ഞാൻ കുറച്ച് മുന്നേ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. റാസിക്ക് പോയതിന് ശേഷം ഞങ്ങളിതാ നോർമൽ കഞ്ഞിയും ചായയും കുടിച്ച് പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു നേരം വെളുത്തതിന് ശേഷം ഞാൻ ആസ് യൂഷ്വൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അങ്ങോട്ട് ചെയ്തു. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പണികളുടെ ടൈം ഒന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കിപ്പം റമദാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബാക്കിയൊക്കെ നോർമൽ എന്താണോ ചെയ്യുന്നത് അത് ഞാൻ ചെയ്തിട്ട് എൻ്റെ ക്ലാസ്സിന് പോകുന്നു. കാര്യങ്ങൾ അതുപോലെ തന്നെയാണ്. എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ നോമ്പിനാണ് എനിക്ക് പണികൾ കുറയുക. സത്യം എല്ലാവരും വിചാരിക്കും നല്ല പണിയാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ നോമ്പിനാണ് എനിക്ക് അധികം കിച്ചണിൽ വർക്ക് കുറയുക എന്ന് തന്നെ പറയാം. അങ്ങനെ പണികളൊക്കെ ഓരോ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് ഒരുങ്ങാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നോമ്പിന് കുറച്ചുകൂടെ പണികൾ എനിക്ക് കുറവായിരിക്കുന്നു. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ നോമ്പിന് വേണ്ടിയിട്ടുള്ള പല ഒരുക്കങ്ങളാണ്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ ചെറിയ ചെറിയ കണ്ടെയ്നറിൽ ഞാൻ അങ്ങനെ ആക്കി വെക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാനിതിന് മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ വെജിറ്റബിൾസും കോക്കനട്ട് ചെറുകിയതും ഒക്കെ ഇങ്ങനെ ഓരോരോ ഡിപ്പുകളിൽ ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ഒന്നുകൂടെ എളുപ്പമായിട്ട് മാറുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഷോർട്സ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നതാണ്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ കുക്കിങ്ങിലേക്കൊക്കെ നിൽക്കുന്നത്. ഞാൻ എന്താ പറയുക, നോമ്പ് തുറന്നിട്ടുള്ള ഒരു ബീഫ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ആദ്യം പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റുക ഒന്നുമില്ല. സത്യം പറയുകയാണെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്തു എന്നുള്ളൂ. കാരണം പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ ഇതിലെന്താണ് ഇത്രമാത്രം എന്നുള്ളതാണ് എല്ലാവരും വിചാരിക്കുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ശരിക്കും നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കേണ്ട ഒരു സമയമാണ്. ആണായാലും പെണ്ണായാലും ശരിക്കും ഈ ഒരു സമയം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യേണ്ട ഒരു ഇതാണ്. പക്ഷെ മിക്കവാറും അത് പലരും മറന്നു പോവും. ഫുഡ് ഉണ്ടാക്കിയും അങ്ങനെയുള്ള ആ ഒരു ടൈം അവിടെ സ്പോയിൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാനിതാ ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതൊന്ന് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിതാ എല്ലാം കൂടി ഒന്നിച്ചിട്ട് മസാലകളൊക്കെ ഇട്ട് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് എടുത്ത് പറയേണ്ട ഒരു റെസിപ്പി ഒന്നുമല്ല. ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഈ ചെറിയ ഉള്ളി ചേർക്കാറുണ്ടോ നിങ്ങൾ ബീഫ് ഫ്രൈ ചെയ്യുമ്പം? അതൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. ചേർക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ മസാലകളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. കാരണം നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് നേരത്തെ ചെയ്യണ്ടെന്നുള്ള ഒരു ഇതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ. ഞാനൊരു 4 മണി ആ സമയത്തൊക്കെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഈ ഒരു സംഭവം കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ സെമ്മൂസയ്ക്കുള്ള ഫില്ലിങ് തയ്യാറാക്കുകയാണ് കേട്ടോ. അതിപ്പോൾ ഇത്ര വലിയ കാണിക്കാനൊന്നുമില്ല, ഞാൻ തയ്യാറാക്കുകയാണ്. ശരിക്കും നിങ്ങൾ ഇങ്ങനെയാണോ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഉള്ളി വഴറ്റിയതിന് ശേഷം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ മല്ലി, കരിവേപ്പില, മുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വന്നതിൻ്റെ ശേഷം ഞാൻ ഞങ്ങൾ ബീഫ് സമൂസ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ചിലവരൊക്കെ ചിക്കൻ സമൂസ ഉണ്ടാക്കാറുണ്ടല്ലോ. ഇവിടെ അത് അത്ര
താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ബീഫ് തന്നെയാണ് കേട്ടോ. ഈ 30 ദിവസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പലഹാരം എന്ന് പറയുന്നത് സമൂസ ആണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും 30 ദിവസത്തെ കേമൻ ഇവൻ തന്നെയാണ് കേട്ടോ സമൂസ എന്ന് പറയുന്നത്. അത് വിട്ടിട്ടുള്ള കളിയില്ല. അതിൻ്റെ കൂടെ എക്സ്ട്രാ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാന്നല്ലാതെ ഞാൻ സമൂസ 30 ദിവസവും ഉണ്ടാവും. അപ്പോൾ ഇതാ സമൂസ ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി ഞാൻ ഒരു 3-4 ദിവസത്തേക്ക് ആക്കി വെക്കും കേട്ടോ. അങ്ങനെ ഫ്രൈ ചെയ്യുന്നൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ നോമ്പ് തുറ വിഭവങ്ങൾ. അപ്പം സിമ്പിളായിട്ട് തന്നെയാണ് നമ്മൾ നോമ്പ് തുറക്കാറ്. നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. Bye. Thank you for watching.